ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്ന് ശരിക്കും നസീർക്കയ്ക്ക് എന്താ സംഭവിച്ചത്? അന്നിവിടെ വന്നതിന് ശേഷം നസീർഖാനെ ആരും കണ്ടിട്ടില്ല. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നസീർ എവിടെ പോയെന്നോ, മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ? നല്ല ആളാ കേട്ടോ. ആ പറഞ്ഞോ, തന്റെ വഴക്ക് കേൾക്കാൻ വേണ്ടി തന്നെ വന്നാ. എന്നിട്ട് ഇപ്പൊ തന്നെ പോവല്ലേ? അത് ആലോചിക്കാം. എന്നാലും എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് അനൂപിന് തോന്നുന്നില്ലല്ലോ. എന്താടോ, ഇവിടെ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നത്തിന്റെ കാര്യമല്ല. അനൂപിന് ചിലപ്പോ എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്കിപ്പോ ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു തോന്നല. അങ്ങനെ തന്നെ ഞാൻ ഒറ്റയ്ക്കാക്കൂ. എവിടെ ശാരദാമോ? ആ, നിന്റെ ശബ്ദം ഞാൻ കേട്ടു. നീ വരുന്ന വഴിയാ? അതെ ശാരദാമേ. അത് ശരി. അനൂപിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇവിടെ മുഴുവൻ നടന്നിട്ട് അവൻ വന്നപ്പോ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഇതെന്താ, വന്ന് ചിരിക്കാനും മറന്നുപോയോ? അതല്ല ശാരദാമ്മേ, ഞാൻ വന്ന ഉടനെ തിരിച്ചു പോകുന്നുള്ള ടെൻഷനില്ല. ഓ, ഇനി പോയ 3-4 മാസം കഴിഞ്ഞല്ലേ വരാൻ പറ്റൂ. 3-4 മാസോ? അപ്പോഴേക്ക് എന്റെ മയ്യത്തായിരിക്കും കൊണ്ടുപോകാൻ പറ്റുന്നത്. അതെന്താ? അല്ല, അതെന്താ ശാരദാമ്മ ഇവിടെ ഇങ്ങനെ പറയുന്നേ? പിന്നല്ലാതെ, ഒന്നുകിൽ എന്റെ മാമ തന്നെ എന്നെ പിടിച്ചോണ്ട് കൊല്ലും, അതല്ലെങ്കിൽ ടെൻഷൻ കയറി വല്ല അറ്റാക്കും എനിക്ക് വരും. അനൂപേ, എവിടേക്കാണെന്ന് വെച്ചാൽ ഞാൻ വരാം. എന്ത് കഷ്ടപ്പാട് വേണമെങ്കിലും ഞാൻ സഹിക്കാം. എന്നെ കൂടെ കൊണ്ടുപോ. എന്റെ പൊന്നു വെച്ച, നീ ചെന്ന് ബാഗ് എടുത്തോണ്ട് വാ. അവൻ വന്നിരിക്കുന്നത് നിന്നെ കൊണ്ടുപോവാനാ. ആണോ? എന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പറ്റിക്കായിരുന്നല്ലേ? ഇവൻ എന്നെ അല്പം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരിടം വരെ നമുക്ക് പോകാം, അതുകൊണ്ട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞില്ലേ? അത് ദേ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാ. ചെല്ല്, വേഗം പോയി പെട്ടിയും പ്രമാണമൊക്കെ എടുത്തോണ്ട് പോവാ. എന്നിട്ട് രണ്ടുപേരും കൂടി ഇവിടുന്ന് വേഗം സ്ഥലം കാലിയാക്ക്. ചെല്ല്. ഓ, എന്റെ പൊന്ന് ശാരദാമ്മ. അനൂപേ, ഞാൻ ബാഗ് എടുത്തിട്ട് ഇപ്പൊ വരാവേ. ഓ, നീ കേറിയിരിക്കടാ, ഞാൻ ചായ എടുക്കാം. ശരി. അപ്പൊ ഇനി എന്നാ തിരിച്ചിങ്ങോട്ട്? അത് വരാലോ. ശാരദാമ്മയ്ക്ക് എപ്പോ എന്നെ കാണണമെന്ന് തോന്നിയാലും, എനിക്കെപ്പോ ശാരദാമ്മയെ കാണണമെന്ന് തോന്നിയാലും ഞാനിങ്ങി വരില്ലേ? ഒന്ന് ഫോൺ ചെയ്താൽ മാത്രം മതി. ഞാൻ എന്റെ മക്കളെ പോലെ നൂറിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് നൂറ് തന്നിരിക്കുന്നത് ഒരമ്മയുടെ സ്ഥാനമല്ലേ, അല്ലേ? അതിലൊരു സംശയമില്ല, അങ്ങനെ തന്നെയാ. എന്നാ ഞാനിപ്പം പറയാൻ പോകുന്ന കാര്യം മോളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കുക മാത്രമല്ല, അതുപോലെ പ്രവർത്തിക്കുകയും വേണം. എന്താ ശാരദാമ്മേ, എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ? അത് മറ്റൊന്നുമല്ല, അന്ന് രാത്രി നിന്നെ കാണാൻ നസീർ ഇവിടെ വന്നില്ലേ, നിന്റെ മാമന്റെ മോൻ? അതെ, അന്നു മുതലാണല്ലോ നസീർക്കെ കാണാതായതും. അന്ന് നൂറ് ഇവിടെ വെച്ച് നസീറിനെ കണ്ട കാര്യം ഒരു കാരണവശാലും അനൂപിനോട് പറയരുത്. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? അന്ന് ശരിക്കും നസീർക്കയ്ക്ക് എന്താ സംഭവിച്ചത്? അന്നിവിടെ വന്നതിന് ശേഷം നസീർഖാനെ ആരും കണ്ടിട്ടില്ല. അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. നസീർ എവിടെ പോയെന്നോ, മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അനൂപ് ഇക്കാര്യം അറിയണ്ട. മോളെ, അത് എന്തുകൊണ്ടാന്നൊക്കെ മോക്ക് പിന്നെ മനസ്സിലാവും. ഞാനീ പറയുന്നത് മോൾ അനുസരിക്കണം. എന്നാ വാ, കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കാം. വാ.
നസീറിന് എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എടോ, താൻ വിളിക്കുമ്പോ ഓടി വരാൻ ഞാൻ തന്നെ കളിപ്പിള്ളല്ലോ. ഒരു IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അതൊക്കെ എനിക്കറിയാം. ഇവിടെ ഇപ്പൊ എന്റെ ഭാര്യ അടക്കം എന്നെ ശത്രുപക്ഷത്താ നിർത്തിയിരിക്കുന്നെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. പരാജയപ്പെട്ട് മാറാനേ അബൂബക്കറിന് കഴിയില്ല. എനിക്കെന്റെ മകൻ നഷ്ടപ്പെട്ടു. എന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. നാടിനും വീടിനും എന്നെ എന്റെ മകനെ കൊള്ളരുതാത്തവരാക്കി. അറിയോ ആര്? അവള്, ആ നൂർജഹാൻ. എന്നിട്ട് അവള് രക്ഷപ്പെട്ട് ഒരാളുടെ കൂടി സുഖമായിട്ട് അങ്ങനെ ജീവിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. നസീർ എവിടെയാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ നൂർജഹാനെ തിരക്കി വെറുതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെന്നാ തനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ അനുഭവമായിരിക്കും. എന്നെ തല്ലിയതിന് തനിക്ക് ആ വിഷ്ണുവിനെ എടുത്ത് അകത്തിടാൻ പറ്റുമോ? എന്നിട്ട് വേണം എന്റെ സർവീസ് റെഡ് മാർക്ക് വീഴാൻ. താനും തന്റെ ഗുണ്ടകളും കൂടി കാണിച്ചതേ വീട് കയറിയുള്ള അക്രമമാ. അത് കേസ് വേറെയാ. അവനും അവന്റെ സുഖമില്ലാത്ത അച്ഛനും അമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് ഒരു കേസ് കൊടുത്തിരുന്നെങ്കിലേ ഭവനഭേദനത്തിന് താനിന്ന് അകത്തായനെ. മണ്ടത്തരം കാണിക്കാൻ പോകുന്നതിന് മുമ്പ് തനിക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ താൻ എന്നെ നാഴേക്ക് 40 വട്ടം വിളിക്കുന്ന ആളാണല്ലോ. തനിക്കറിയാം, താൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ഒരു കയ്യാങ്കളിയിൽ നിന്ന് തന്നെ ഞാൻ പിന്തിരിപ്പിക്കുമെന്ന്. എനിക്കിപ്പോ അതൊന്നുമല്ല പ്രശ്നം. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവൾക്കൊരു ജീവിതം കിട്ടരുത്. കിട്ടാൻ ഞാൻ സമ്മതിക്കൂല. എത്ര പോലീസിനെ വേണമെങ്കിലും താൻ ഉപയോഗിച്ചോ. പണം അതെനിക്കൊരു പ്രശ്നമേ അല്ല. അവളേത് ദുനിയാവിലുണ്ടെങ്കിലും പോക്കണം. എടോ, സൈബർ സെല്ലിലേക്ക് അവളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ വിളിക്കും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? തന്റെ പോലീസല്ലേ? അവരന്വേഷിച്ച് കണ്ടെത്തി വരുമ്പോഴേക്കേ അവളും അവന് ഈ കേരളം കടന്നിട്ടുണ്ടാവും. ദേ, ചുമ്മാ വായി തോന്നുന്ന പറയല്ലേ. ഇത്രയും കാര്യക്ഷമമായ പോലീസ് സേന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. നിമിഷങ്ങൾക്കകമല്ലേ ഓരോ കേസും കേരള പോലീസ് തെളിയിക്കുന്നത്. കേസ് തെളിയിക്കുന്ന കാര്യമൊന്നും താൻ എന്നോട് പറയണ്ട. എന്റെ മകൻ എവിടെയാണെന്ന് ഇതുവരെ നിങ്ങൾ ഈ പറഞ്ഞ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? എന്നിട്ട് പോലീസുകാരുടെ വലിപ്പവും പറഞ്ഞു വരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞാലേ ചിലപ്പോ നമ്മൾ തമ്മിൽ തെറ്റും. എടോ, താനൊന്ന് അടങ്ങടോ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഹലോ, ആ പറഞ്ഞോ. ടവർ ലൊക്കേഷൻ അതാണല്ലേ? നമ്മൾ ഉദ്ദേശിച്ച വീട് ആ ടവറിന്റെ കീഴിലല്ലേ?